നമ്മളിന്ന് നോമ്പർക്ക് വേണ്ടിയിട്ട് കുഴിമന്തി പിന്നെ സമൂസ ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ. കുഴിമന്തിക്ക് വേണ്ടത് കുറച്ച് ചപ്പും പൊതിനയും പിന്നെ ക്യാപ്സിക്കം പിന്നെ 6 മാഗി ക്യൂബ്. ഇതാണ് കേട്ടോ ഞങ്ങളിന്ന് ഉപയോഗിക്കുന്ന മസാല. പുതിയ മസാലയാണ് ഇത്. ജീരകപ്പൊടി കേട്ടോ. ജീരകം നമ്മൾ മിക്സിയിലിട്ട് അരച്ച ഇത് ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം മിക്സ് ആക്കുക. നല്ല മിക്സ് ആക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ പുതിയ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇതൊന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നല്ല അതിൽ പിടിക്കണം അതുവരെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മളുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ എല്ലാം ഇട്ടെടുത്തതിന് ശേഷം നല്ല പോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതിനുള്ളിൽ എത്തണ വരെ നല്ല മിക്സാക്കി കൊടുക്കുക. മസാലയൊക്കെ നല്ല പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ആവശ്യത്തിന് ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനലാണ്. പിന്നെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ പൊരിച്ച് എടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് സമൂസയാണ്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കൂട്ടോ. ഒരു പടക്കം ഓലപ്പടക്കത്തിൻ്റെ ഷേപ്പിലൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇങ്ങനെ ആക്കിയാണ്ട് നമ്മളുടെ ഈ ഫില്ല് ഇതിനുള്ളിലേക്ക് നിറച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മേലത്തെ ഭാഗം ഈ സൈഡിലേക്ക് ആക്കിയാണ്ട് ഈ മൈദൻ്റെ ഈ പശ തേച്ച് കൊടുത്താണ്ട് ഒട്ടിച്ചെടുക്കുക. അതേപോലെ മറ്റേ സമൂസകളും ഓരോന്നായി ഉണ്ടാക്കുക. പിന്നെ നമ്മൾ എണ്ണ ചൂടാവാൻ വെക്കുക. എന്നിട്ട് ഓരോരോ സമൂസ പൊരിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് മുളക് ബജ്ജിയാണ് കേട്ടോ. അതിൻ്റെ മാവ് നമ്മളിവിടെ കൊഴിച്ചെടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇത് നോക്കി നിന്നപ്പോൾ തന്നെ നമ്മൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നേരെ വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.